എട്ടാം ശമ്പള കമ്മീഷൻ പരിഷ്കരണം നടപ്പിലാക്കണമെന്ന് റിട്ടയർഡ് റെയിൽവേ ടിക്കറ്റ് ചെക്കിംഗ് സ്റ്റാഫ് മലബാർ റെസിഡൻസിയിൽ നടന്ന പാലക്കാട് ഡിവിഷൻ റിട്ടയർഡ് റെയിൽവേ ടിക്കറ്റ് ചെക്കിംഗ് സ്റ്റാഫ് രണ്ടാമത് വാർഷിക ജനറൽ ബോഡി യോഗത്തിലാണ് ആവശ്യമുയർന്നത്. യോഗം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ മെമ്പർ കെ ബൈജുനാഥ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോഴത്തെ പോലെ അന്ന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോഴത്തെ ടിടിമാരെ അടിക്കുന്നത് പല സ്ഥലങ്ങളിലും ഒരു ടിടി മരണപ്പെടാൻ പോലും ഇടയായ ഒരു സംഭവം അടുത്തുണ്ടായി. അത് മാത്രമല്ല, റെയിൽവേ അന്നത്തിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും ഇപ്പോൾ വന്നിട്ടില്ല. എപ്പോഴും അന്നത്തെ തീവണ്ടികളും അന്നത്തെ ബോഗികളാണ് പോലും ഇപ്പോഴും തോന്നുന്നു. പലപ്പോഴും പല വണ്ടികളും വന്ദേ ഭാരത് വന്നു എന്നല്ലാതെ അതേ സമയത്ത് യാത്രക്കാരുടെ എണ്ണം കൂടുകയും റിസർവേഷൻ കമ്പാർട്ട്മെന്റിലേക്ക് സീറ്റിന് വേണ്ടി അല്ലെങ്കിൽ ബർത്ത് കിട്ടാൻ വേണ്ടി ടിടിമാരെ പിന്നാലെ നടക്കുന്ന ആളുകളുടെ എണ്ണം കൂടുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് തന്നെ ആ ഒരു സംഘർഷം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ടിടിമാർ ആയി ഇപ്പൊ കുറെ പുതിയ ആളുകളാണ്, അന്നത്തെ പോലുള്ള ആളുകളല്ല. പുതിയ കുറെ പെൺകുട്ടികൾ പോലും വനിതകൾ പോലും ഈ രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. അന്ന് വളരെ വിരളമായ ആളുകളാണ് വനിതകളായിട്ടുണ്ടായിരുന്നത്. ജീവിത ചെലവ് കൂടി വരുന്ന സാഹചര്യത്തിൽ എട്ടാം ശമ്പള കമ്മീഷൻ പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്ന് കണ്ണൂർ മലബാർ റെസിഡൻസിയിൽ നടന്ന പാലക്കാട് ഡിവിഷൻ റിട്ടയർഡ് റെയിൽവേ ടിക്കറ്റ് ചെക്കിംഗ് സ്റ്റാഫ് രണ്ടാമത് വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ ആവശ്യമുയർന്നു. ഇടക്കാല ആശ്വാസമെന്ന നിലയിൽ DNS അലവൻസിന്റെ 50% അനുവദിക്കണം. കോവിഡ് കാലത്ത് തടഞ്ഞുവെച്ച 18 മാസത്തെ DNS അലവൻസ് ഉടൻ അനുവദിക്കണമെന്നും യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. RRTC ഫ്രട്ടേണിറ്റി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് VP ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. ശ്യാംപ്രകാശ് പെൻസിൽ സ്കെച്ച് ഫോട്ടോ സമർപ്പിച്ചു. ചീഫ് കോർഡിനേറ്റർ KM അമറുദ്ദീൻ, MK ഉണ്ണി, C ഉദയകുമാർ, C ഗോപാലൻ, മൈക്കിൾ V ജോയ്, AM കുമാരൻ എന്നിവർ സംസാരിച്ചു. M കൃഷ്ണൻ സ്വാഗതവും N ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു.